വിഷയത്തിലെ ഇടപെടലും അതിനെ തുടർന്ന് പോസിറ്റീവായിട്ടുള്ള മറുപടി അവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതുമാണ്. അതിന്റെ പിന്നാലെ തന്നെ ഈ വധശിക്ഷ മാറ്റിവെച്ചു എന്ന വിവരം കൂടി വന്നു. അതിലാണ് വലിയ പ്രതീക്ഷയുള്ളത്. ഇപ്പോഴും ഈ ചർച്ചകൾ തുടരുന്നുണ്ട്. കാന്തപുരത്തിന്റെ ഭാഗത്തും അത്തരം ഇടപെടൽ ഉണ്ടാവുന്നുണ്ട് എന്ന വിവരങ്ങൾ വരുന്നു. പക്ഷേ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. നിലവിൽ ഈ നമ്മുടെ കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഏത് രീതിയിലാണ്? നമുക്ക് അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇനിയുള്ള നടപടികൾ, ഇനിയുള്ള ഇടപെടലുകൾ അത് ഏത് വിധത്തിലാകും ഉണ്ടാവുക? ഷഹദ്. പ്രജിൻ, ഈ വിഷയം വളരെ കരുതലോടുകൂടിയും ഒപ്പം തന്നെ സൂക്ഷ്മതയോടും കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഇത് അതിവൈകാരികമായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവിടെയുള്ള യമനിലുള്ള സൂഫി പണ്ഡിതരുമായും ഈ കുടുംബവുമായിട്ട് വിനിമയം നടത്തുന്ന ആളുകളുമായിട്ടും നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട്. നമ്മൾ കാന്തപുരമായിട്ടും ഒപ്പം തന്നെ മർക്കസുമായിട്ടും നിരന്തരം നമ്മളും ബന്ധപ്പെടുന്നുണ്ട്. ഏത് തരത്തിലാണ് ഇപ്പോൾ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ. അപ്പോഴൊക്കെ ഇവരെല്ലാവരും പറയുന്നത് ഇത് അതിവൈകാരികമായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി മാത്രമേ ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ പോലും ഈ വിഷയത്തെ വലിയ രീതിയിൽ ബാധിച്ചേക്കാം എന്ന ഒരു ഭയത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിയും ഒപ്പം തന്നെ മറ്റുള്ള ആളുകളും ഒക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് ഈ കുടുംബത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആണ് ഇപ്പോഴുള്ള ശ്രമം നടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സൂഫി പണ്ഡിതരും ഒപ്പം തന്നെ മതപണ്ഡിതന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ചർച്ച പുരോഗമിക്കുന്നത്. നമ്മൾ രാവിലെയും ഉച്ചയ്ക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെയുള്ള, അതായത് സൂഫി പണ്ഡിതരും അവിടെയുള്ള മതമേലധ്യക്ഷന്മാരും ഇവരിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന, അതായത് ഈ ഗോത്ര വിഭാഗങ്ങളിലെ തലവന്മാർ ഉൾപ്പെടെയുള്ള ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ഘട്ടം വരെ വിജയിച്ചു. അതായത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ യമൻ പൗരന്റെ സഹോദരനൊക്കെ ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു ശുഭ സൂചനയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മർക്കസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അതിന് പ്രധാനപ്പെട്ട കാരണം വലിയൊരു വിഭാഗം ഇപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിമിഷപ്രിയയെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കുക എന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇതിലൊക്കെ നിലപാട് സ്വീകരിക്കേണ്ടത്, അതായത് ഇത് ഒരാൾ മാത്രം തീരുമാനിക്കേണ്ട ഒരു വിഷയമല്ല, ഒന്നിലധികം ആളുകളുടെ സമ്മതം ഈ ഒരു വിഷയത്തിൽ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപോലെ സമ്മതിച്ചാൽ മാത്രമേ നമുക്ക് നിമിഷപ്രിയയെ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കാനും കേരളത്തിലേക്ക് എത്തിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സമ്മതം ഒരുപോലെ ലഭിക്കുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. എന്തായാലും തുടർച്ചയായിട്ട് കാന്തപുരം ഉസ്താദിന്റെ ഭാഗത്തു നിന്നും മർക്കസിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ന് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി കാന്തപുരത്തെ കാണുകയും അദ്ദേഹവുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അവരും, അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, പല കാര്യങ്ങളും രഹസ്യ സ്വഭാവത്തോടെ കാത്തു സൂക്ഷിക്കേണ്ടതും രഹസ്യ സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് പൊതുമധ്യത്തിലോ മാധ്യമങ്ങളിലോ വന്ന് പറയേണ്ടതല്ല. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ പക്വതയോടുകൂടി ഈ വിഷയത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. ശരി, ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കേരള യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാർ VC